Good day to all of you. Welcome to Easy Physics. നമ്മളുടെ കഴിഞ്ഞ 3 വീഡിയോസിലൂടെയും നമ്മൾ 9ാം ക്ലാസ്സിലെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കേലാർസ്, വെക്ടേഴ്സ്, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം മോഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചിരുന്നു അല്ലെ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിനെ കുറിച്ചാണ് പഠിക്കുന്നത്. As far as exams is concerned, it is one of the most important topic. വ്യക്തമായിട്ട് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പല രീതിയിലും ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം എങ്ങനെയാണ് നമുക്കൊരു വസ്തുവിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്നത്. വസ്തുവിന്റെ പ്രധാനമായിട്ട് 3 അവസ്ഥകളാണുള്ളത്. ഒന്ന്, അത് റെസ്റ്റിലായിരിക്കാം. രണ്ടാമത് യൂണിഫോം മോഷനിലായിരിക്കാം, അല്ലെങ്കിൽ നോൺ യൂണിഫോം മോഷനിലായിരിക്കാം. ഈ 3 അവസ്ഥയിലും ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റിലാണെങ്കിൽ എങ്ങനെയാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കുന്നതെന്ന് നോക്കാം. എപ്പോഴാണ് നമ്മൾ ഒരു വസ്തുവിനെ റെസ്റ്റിലാണെന്ന് പറയുന്നത്? ഇഫ് ഇറ്റ്സ് പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇപ്പോ ഞാനൊരു വസ്തുവിനെ നിരീക്ഷിച്ചു തുടങ്ങി. ആദ്യത്തെ മണിക്കൂറിൽ അത് എന്നിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ്. രണ്ടാമത്തെ മണിക്കൂറിലും 20 കിലോമീറ്റർ അകലെയാണ്. മൂന്നാമത്തെ മണിക്കൂറിലും. അങ്ങനെ 5 മണിക്കൂർ നിരീക്ഷിച്ചപ്പോഴും അതിന്റെ പൊസിഷൻ എന്നിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇറ്റ്സ് പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അതായത് ഈ വസ്തു ഇപ്പോ റെസ്റ്റിലാണ്. ഇതിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ് ഞാനിപ്പോ വരച്ചു കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഗ്രാഫ് പേപ്പറിൽ നമുക്ക് എക്സ് ആൻഡ് വൈ ആക്സിസ് എടുക്കണം. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും വൈ ആക്സിസിൽ ഡിസ്റ്റൻസും എക്സ് ആക്സിസിൽ ടൈമും ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. ഡിസ്റ്റൻസ് തന്നിരിക്കുന്ന യൂണിറ്റിൽ പ്ലോട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് കിലോമീറ്റർ ആയതുകൊണ്ട് കിലോമീറ്ററിലും അവറിലും എടുത്തു, അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ്, ഏത് അളവാണോ നിങ്ങൾ ഡിസ്റ്റൻസിനും ടൈമിനും എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചു കാണുമായിരിക്കും അല്ലെ. അപ്പൊ ഞാനിപ്പോ ഇവിടെ വാല്യൂസ് ടൈം ആക്സിസിൽ 0 to 5 എന്ന് എഴുതിയിട്ടുണ്ട്. ഡിസ്റ്റൻസിന്റെ ആക്സിസിൽ 0 to 50 മാർക്ക് ചെയ്തിട്ടുണ്ട്. പോയിന്റ്സ് എങ്ങനെയാ മാർക്ക് ചെയ്യുന്നത്? ടൈം 1 ആയിരിക്കുമ്പോൾ ഡിസ്റ്റൻസ് 20 ആണ്. ടൈം 2 ആവുമ്പോഴും 20. അങ്ങനെ 5 വരെ ഞാൻ എല്ലാ പോയിന്റ്സും കറക്റ്റ് ആയിട്ട് ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പോയിന്റ്സിനെ എല്ലാം കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചാൽ അതാണ് ഈ വസ്തുവിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയ ലൈനിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ. ഈ സ്ട്രെയിറ്റ് ലൈനിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ടൈം ആക്സിസിനോട് പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഏതൊരു വസ്തുവും റെസ്റ്റിലാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വാല്യൂ ഒന്നും എഴുതാതെ ഇവിടെ എസ് ടി ഗ്രാഫ് ഇങ്ങനെ തന്നിരിക്കുവാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്? സിൻസ് ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഇസ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്, ഇറ്റ് റെപ്രസെന്റ് ഒബ്ജക്ട് അറ്റ് റെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് യൂണിഫോം മോഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ഗ്രാഫിന്റെ ഷേപ്പ് വരാൻ നോക്കാം. എന്താണ് യൂണിഫോം മോഷൻ? An object is said to be in uniform motion if it covers equal distances in equal intervals of time. നമ്മൾ ഒരേ ടൈം ഇന്റർവെല്ലില് വസ്തുവിന്റെ പൊസിഷൻ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതായത് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം നോക്കാം. ഫസ്റ്റ് 1 അവറിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ. അടുത്ത 2 മണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ പൊസിഷൻ ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ ആയെങ്കിൽ അത് 10 20 ആവാൻ 10 കിലോമീറ്ററിലേ സഞ്ചരിച്ചത്. അതുപോലെ മൂന്നാമത്തെ മണിക്കൂറിൽ 30 കിലോമീറ്റർ എത്തി. അതായത് ഓരോ മണിക്കൂറിലും അത് 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ഇതൊരു ഉദാഹരണമാണ് കേട്ടോ. അങ്ങനെയുള്ള മോഷനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊന്ന് ഗ്രാഫിൽ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം എന്താണ് ഷേപ്പ് വരുന്നതെന്ന്. അതിനുവേണ്ടി ഗ്രാഫ് പേപ്പർ എടുക്കുക. വൈ ആക്സിസിൽ ഡിസ്റ്റൻസും എക്സ് ആക്സിസിൽ ടൈമും എടുക്കണം. വാല്യൂസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ തന്നിരിക്കുന്ന ടേബിളിലുള്ള വാല്യൂസ് പോയിന്റ് ആയിട്ട് ഗ്രാഫിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ള അതേപോലെ തന്നെയാണ്. ടൈം 1 ആവുമ്പോൾ
പൊസിഷൻ 10 ആണ്, ടൈം 2 ആവുമ്പോൾ 20, അങ്ങനെ 50 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 5 പോയിന്റ് കിട്ടി. ഈ 5 പോയിന്റിനെ കണക്ട് ചെയ്ത് നമുക്കൊരു ലൈൻ വരച്ചാൽ ഈ ലൈനും ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് അല്ലെ? ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ പ്രത്യേകത എന്താണ്? പക്ഷേ ഈ സ്ട്രെയിറ്റ് ലൈൻ is making an angle with the time axis. ഇതാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തുവിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ ഷേപ്പ് എല്ലായ്പ്പോഴും, ഞാനിപ്പോ ഈ ഒരു ഉദാഹരണം പ്ലോട്ട് ചെയ്തെങ്കിൽ പോലും നിങ്ങൾ ഏത് വാല്യൂസ് എടുത്തിട്ട് ഗ്രാഫ് വരച്ച് നോക്കിയാലും ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് is going to be the same. It will be a straight line making an angle with the time axis. അപ്പൊ രണ്ട് അവസ്ഥകളുടെയും ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നമ്മൾ പഠിച്ചു. ഇനി നോൺ യൂണിഫോം മോഷനിൽ എങ്ങനെയാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കുന്നത് നോക്കാം. ഈ നോൺ യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈക്വൽ ടൈം ഇന്റർവെൽസിൽ അൺഈക്വൽ ഡിസ്റ്റൻസസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു ഉദാഹരണം ടേബിൾ ആർ വാല്യൂ തന്നിട്ടുണ്ട്. 1 അവറിൽ 5 കിലോമീറ്റർ, സെക്കൻഡ് അവറിൽ 5 തന്നെ ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷെ തേർഡ് മണിക്കൂറിൽ നോക്കിയപ്പോ 10ൽ നിന്ന് 20, അതായത് 10 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. 4ാമത്തെ മണിക്കൂറിലോ 20 കിലോമീറ്റർ. അപ്പൊ ഓരോ ടൈം ഇന്റർവെല്ലും എടുത്തപ്പോഴും അവിടുത്തെ ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസുകൾ വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് ഇത് ഒരു നോൺ യൂണിഫോം മോഷന്റെ എക്സാമ്പിൾ ആണെന്ന് മനസ്സിലായി അല്ലെ? ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കാൻ ഗ്രാഫ് പേപ്പർ എടുക്കണം, വൈ ആക്സിസിൽ ഡിസ്റ്റൻസ് എടുക്കണം, എക്സ് ആക്സിസിൽ ടൈം എടുക്കണം, വാല്യൂസ് മാർക്ക് ചെയ്യണം, അതിനുശേഷം നമുക്ക് പോയിന്റ്സ് ഇട്ട് കൊടുക്കണം അല്ലെ? ഈ വാല്യൂ ടേബിൾ ആർ വാല്യൂസിന് നമുക്ക് പോയിന്റ് ആയിട്ട് എങ്ങനെയാ ഗ്രാഫിൽ മാർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ. അതായത് ടൈം 1 ആവുമ്പോൾ പൊസിഷൻ 5 ആയിരുന്നു, 2 ആയിരുന്നപ്പോ 10, അതേപോലെ 4 ആയിരുന്നപ്പോ 40, 5 ആയിരുന്നു 50, അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 5 പോയിന്റ്സിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒന്ന് വരച്ചു നോക്കിയാൽ നമുക്ക് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നില്ല, ഒരു കർവ് ഷേപ്പ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഏതൊരു വസ്തുവും നോൺ യൂണിഫോം മോഷനിലാണെന്ന് നമ്മൾ എപ്പോഴാ പറയുന്നത്? അതിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന് പെർട്ടിക്കുലർ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല, പല കർവുകളിലൂടെയാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഉണ്ടാവുന്നത്. അങ്ങനെയാവുമ്പോഴാണ് നമ്മൾ വസ്തുവിനെ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് മനസ്സിലായല്ലോ അല്ലെ? ഈ 3 ഗ്രാഫ് നമുക്ക് കൃത്യമായിട്ട് ഷേപ്പ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തിനാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് പഠിക്കുന്നത്? എന്താണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സിഗ്നിഫിക്കൻസ്? ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ കിട്ടാനുണ്ടോ എന്നുള്ളത് നോക്കാം നമുക്കൊന്ന്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 പോയിന്റ്സ് എ ആൻഡ് ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 പോയിന്റ്സ് നിന്നും വൈ ആക്സിസിലോട്ടും എക്സ് ആക്സിസിലോട്ടും ഓരോ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈൻ വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്നത്, വൈ ആക്സിസിൽ നമ്മൾ ഡിസ്റ്റൻസ് അല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പൊ അതിന് ഞാൻ S1 S2 എന്ന് പോയിന്റ്സ് മാർക്ക് ചെയ്തു. അതുപോലെ ടൈം ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിനെ T1 T2 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഗ്രാഫുകളിൽ നമുക്ക് എപ്പോഴും സ്ലോപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന് മാത്രമല്ല, നമ്മൾ എപ്പോഴും എവിടെയും ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത് y ഡിവൈഡഡ് ബൈ എക്സ്, അതായത് y ആക്സിസിൽ ഏത് ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത് അത് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിൽ എടുക്കുന്ന ക്വാണ്ടിറ്റി. ഇവിടെ y ആക്സിസിൽ എടുത്ത ക്വാണ്ടിറ്റി എന്താണ്? ഡിസ്റ്റൻസ്. എക്സ് ആക്സിസിൽ എടുത്തിരിക്കുന്നത് ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഓർത്ത് നോക്കിക്കേ, എന്തായിരുന്നു ആ ഫോർമുല? സ്പീഡിന്റെ ഫോർമുലയാണ്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോ ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് നോക്കിക്കൊണ്ട് നമുക്ക് ആ വസ്തുവിന്റെ സ്പീഡ് മനസ്സിലാക്കാൻ പറ്റും. സ്പീഡ് ഓഫ് എൻ ഒബ്ജക്ട് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, സ്ലോപ്പ് ഓഫ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വിൽ ഗിവ് യു ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്ട്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഈ സ്ലോപ്പിന് സ്പീഡ് കണ്ടുപിടിക്കാൻ നോക്കാം. അതിനുവേണ്ടി നമുക്ക് സ്പീഡ് ഇസ് ഈക്വൽ ടു S2 മൈനസ് S1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 എന്ന് പറയുന്ന ഒരു ഫോർമുല എഴുതാം. ഓക്കെ, അതായത് S2 എന്ന് പറയുന്ന വാല്യൂ ഏതാണോ, ഇവിടെ എത്രയാണ് വാല്യൂ? 40 മൈനസ് S1 is 30 അല്ലെ, ഡിവൈഡഡ് ബൈ T2 എന്ന് പറയുന്നത് 4 ആണ്, 4 മൈനസ് T1 എന്ന് പറയുന്നത് 3 ആണ്, 4 മൈനസ് 3. 40 മൈനസ് 30 എന്ന് പറയുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 4 മൈനസ് 3 എന്ന് പറയുന്നത് 1. അപ്പൊ 10 കിലോമീറ്റർ പെർ അവർ ആണ് ഈ വസ്തുവിന്റെ സ്പീഡ്. ഈ എ ബി എന്ന് പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം കേട്ടോ. ഇത് യൂണിഫോം മോഷനിലായതുകൊണ്ട് തന്നെ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം, അതുകൊണ്ട് തന്നെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഏത് പോയിന്റ് എ ബി എന്ന് എഴുതിയാലും അവസാനം സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 കിലോമീറ്റർ പെർ അവർ തന്നെയാണ് കിട്ടുക.
ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടിയത്. എന്താണ്? സ്ലോപ്പ് ഓഫ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വിൽ ഗിവ് യു ദ സ്പീഡ് ഓഫ് എൻ ഒബ്ജക്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് വാല്യൂസ് ഒന്നും തരാതെ, ഇപ്പൊ ഞാൻ ബോർഡ് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പറയുന്നത്. വെറുതെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്, ഇവിടെ നിങ്ങളോട് ഡിസ്റ്റൻസ് എടുത്തു, ഇവിടെ ടൈം എടുത്തു. ഓക്കെ, രണ്ട് വസ്തുക്കളുടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിന്റെ പേര് എ എന്നും ഇതിന്റെ പേര് ബി എന്നുമാണ്. ഓക്കെ, വിച്ച് ഒബ്ജക്ട് വിൽ ബി മൂവിങ് ഫാസ്റ്റർ എന്നൊരു ചോദ്യം ചോദിക്കാം. ഇവിടെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് സ്പീഡിനെ കുറിച്ച് ആകെ അറിയാവുന്ന ഇൻഫർമേഷൻ എന്താണ്? സ്ലോപ്പ് ഓഫ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഇസ് ഈക്വൽ ടു സ്പീഡ്. അപ്പൊ ഇവിടെ എ ബി എന്ന് പറയുന്ന രണ്ട് ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ. അതിൽ ഏതിനാണ് സ്ലോപ്പ് കൂടുതൽ നോക്കുക. സ്ലോപ്പ് കൂടുതൽ എന്ന് വെച്ചാൽ ടൈം ആക്സിസുമായിട്ട് ഏറ്റവും കൂടുതൽ ആംഗിൾ ഉണ്ടാക്കുന്നത് ഏതാണോ അതാണ് സ്ലോപ്പ് കൂടുതൽ. സിമ്പിൾ ടേംസിൽ മനസ്സിലാക്കിയാൽ. ഓക്കെ, അപ്പൊ ഇവിടെ എ ബി നോക്കുമ്പോൾ ഏത് ലൈനാണ് കൂടുതൽ വലിയ ആംഗിൾ ഉണ്ടാക്കുന്നത്? എ. അപ്പൊ സ്ലോപ്പ് ഓഫ് എ ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് ബി. അതുകൊണ്ട് തന്നെ എ ആണ് ബിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാനുള്ള ഇത് മനസ്സിലായി. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഒന്നാമത്തത് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്പീഡ് ഇത്രയാണെന്ന് കണ്ടുപിടിക്കാം. രണ്ടാമത് വാല്യൂ ഒന്നും തരാതെ രണ്ടോ മൂന്നോ ഗ്രാഫുകൾ, രണ്ടോ മൂന്നോ പ്ലോട്ടുകൾ ഒറ്റ ഗ്രാഫിൽ തന്നു കഴിഞ്ഞാൽ ഏത് വസ്തുവാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഗ്രാഫിന്റെ ഷേപ്പ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഗ്രാഫ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഗ്രാഫ് ചോദിക്കാം. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട്. ഒന്നുകിൽ നിങ്ങളോട് ആ വസ്തുവിന്റെ മോഷനെ കുറിച്ച് പറഞ്ഞിട്ട് ഷോ ദ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഓർ പ്ലോട്ട് ദ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയും. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് തന്നിട്ട് ഈ വസ്തുവിന്റെ മോഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായതെന്ന് ചോദിക്കും. അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ മോഷൻ ഓഫ് ദിസ് ഒബ്ജക്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിരുന്നു. ആദ്യം തന്നെ ഞാൻ കാണിച്ചിരുന്ന ഗ്രാഫ് ഇതായിരുന്നു അല്ലെ. എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഓർക്കുന്നുണ്ടോ എന്താണെന്നുള്ളത്? ഇത് റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതിന്റെ ഡിസ്റ്റൻസ് ഇസ് നോട്ട് ചേഞ്ചിങ്. അതുകൊണ്ട് തന്നെ വസ്തു റെസ്റ്റിലാണ്. റെസ്റ്റിൽ ആണ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ സ്പീഡ് 0 എന്നുള്ള ഇൻഫർമേഷൻ കൂടെ നമുക്ക് കിട്ടി. ഓക്കെ, ഞാൻ വേറൊരു ഗ്രാഫ് കാണിക്കാം. ഇതാണ് ഗ്രാഫിന്റെ ഷേപ്പ്. ഇതിന്റെ അർത്ഥം എന്താ? ഇത് കോൺസ്റ്റന്റ് സ്പീഡ്, യൂണിഫോം മോഷൻ ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ 0 എന്ന് വരും. ഓക്കെ, ആക്സിലറേഷൻ ഒരു പുതിയ ടേം ആണ് നിങ്ങൾക്ക്. അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഈ വസ്തു റെഫറൻസ് പോയിന്റിൽ നിന്ന് അകലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരൊറ്റ ഗ്രാഫിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി വേറൊരു ഗ്രാഫ് ഞാൻ ഈ ഒരു ഷേപ്പിൽ കാണിച്ചാലോ. ഇവിടെയും കോൺസ്റ്റന്റ് സ്പീഡ് തന്നെയാണ് വസ്തു പോകുന്നത്. കാരണം സ്ട്രെയിറ്റ് ലൈൻ മേക്കിംഗ് ആൻ ആംഗിൾ ഒക്കെയാണ്. പക്ഷേ ഈ ഗ്രാഫും നേരത്തെ കാണിച്ച ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ഇവിടെ വസ്തുവിന്റെ ഡിസ്റ്റൻസ് ടൈം കൂടുന്തോറും ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത് നമ്മുടെ അടുത്തോട്ടൊരു വസ്തു വരുന്ന പോലെയാണ്. ഓക്കെ, കോൺസ്റ്റന്റ് സ്പീഡ് തന്നെയാണ്. കോൺസ്റ്റന്റ് സ്പീഡ് ആവുമ്പോൾ ആക്സിലറേഷൻ 0 ആണ്. ആക്സിലറേഷൻ എന്നുള്ള വേർഡ് കേട്ട് ഇപ്പൊ പേടിക്കണ്ട. നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ആക്സിലറേഷനെ കുറിച്ച് വിശദമായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഇനി വേറൊരു ഗ്രാഫ് ഞാൻ കാണിക്കാം. ഇവിടെ ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്, പക്ഷെ സ്ട്രെയിറ്റ് ലൈൻ അല്ല നമുക്ക് കിട്ടിയത് അല്ലെ, ഒരു കർവ് ആണ്. അതുകൊണ്ട് തന്നെ നോൺ യൂണിഫോം മോഷൻ ആണ്. പക്ഷെ ഈ കർവിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള കർവാണ്. അതായത് ഇങ്ങനെ സിഗ്സാഗ് പോലെ ഒന്നും പോയിട്ടില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ നോൺ യൂണിഫോം മോഷൻ ആണ്. സ്പീഡ് കൂടുന്നുണ്ട്, പക്ഷെ ആ കൂടുന്ന സ്പീഡിൽ തന്നെ ഒരു റിഥം ഉണ്ട്. അതായത് ആക്സിലറേഷൻ പോസിറ്റീവ്. ഇപ്പോഴും ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് വന്നു. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ടു ഗെറ്റ് ടു നോ മോർ അബൌട്ട് ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് വേരിയബിൾ സ്പീഡ് ആണ്, പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. ഇനി നെഗറ്റീവ് ആക്സിലറേഷൻ ഒരു ഗ്രാഫ് ഉണ്ട് കേട്ടോ. ഇതാണ് നെഗറ്റീവ് ആക്സിലറേഷന്റെ ഗ്രാഫ്. ഇവിടെയും ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. സ്പീഡ് വേരിയബിൾ ആണ്. ഇത് നോൺ യൂണിഫോം മോഷന്റെ ഗ്രാഫ് ആണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു 5 ഷേപ്പ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ ആക്സിലറേഷനെ കുറിച്ചും അതുപോലെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ബോർഡ് പേപ്പേഴ്സിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് പഠിച്ച ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിനെ കുറിച്ച് എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് if any new visitor is there to my channel, please don't forget to subscribe and enable the notification. Thank you once again. Have a wonderful day ahead to all of you.